ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഞാൻ ഷെരീഫ്, ബയോളജി അധ്യാപകനാണ് MJHSS ഇളയറ്റിൽ. നമുക്കിന്ന് 10ാം ക്ലാസ്സിലെ ബയോളജിയിലെ ചാപ്റ്റർ 1 സെൻസേഷൻ ആൻഡ് റെസ്പോൺസസിൻ്റെ യൂണിറ്റ് 2 സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് ന്യൂറോൺ എന്ന് പറയുന്ന പാർട്ടിലേക്ക് ഒന്ന് കടക്കാം. ഇംഗ്ലീഷ് മീഡിയത്തിനും മലയാളം മീഡിയത്തിനും ഒരേപോലെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ് എടുക്കുന്നത്. ഏതായാലും ഈ ഒരു ക്ലാസ്സിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്ട്രക്ചർ പഠിച്ചിരിക്കണം. ഇനി മറ്റൊരാവശ്യം നമുക്കുണ്ടാവരുത്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്കിതിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. സോ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ദ സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ. ന്യൂറോൺസിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ന്യൂറോൺസ്, എന്തൊക്കെയാണ് ന്യൂറോൺസിൻ്റെ പ്രത്യേകത, ന്യൂറോൺസിന് നമ്മളെ ബ്രെയിനിൽ എവിടെയൊക്കെയാണ് കാണുന്നത്, ആ ന്യൂറോൺസിനെ എന്തുകൊണ്ടാണ് നമ്മുടെ നെർവസ് സിസ്റ്റത്തിലെ ബേസിക് സ്ട്രക്ചറൽ ഫങ്ഷണൽ യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തത്. സോ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ന്യൂറോൺസ്, ദ സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ. ന്യൂറോൺസ് ഈസ് എ ലോങ്ങസ്റ്റ് ഓർ ലെങ്തി സെൽ. കോമൺ സെല്ല് പോലെയല്ല, ന്യൂറോൺസ് ഒരുപാട് ലെങ്തിയാണ്. അതിൽ സാധാരണ സെല്ലിലുള്ള പോലെ തന്നെ സെൽവാളുണ്ട്, അതേപോലെ സൈറ്റോപ്ലാസം ഉണ്ട്, അതേപോലെ തന്നെ സെൽ ബോഡി ഉണ്ട്, ടോട്ടലി എക്സ്ട്രാ കിടക്കുന്ന ഒരുപാട് മെറ്റീരിയൽ, അതിൻ്റെ ന്യൂക്ലിയസ് ഉണ്ട്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ മെറ്റീരിയലും ഉണ്ട്. പക്ഷേ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ കൂടെ നമ്മുടെ ന്യൂറോൺസിനുണ്ട്. ന്യൂറോൺസിൻ്റെ സെൽ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു പോർഷൻ കാണാൻ പറ്റും. വി ക്യാൻ സി എ certain portions which are extruded out in various area from the cell body. That portion is known as dendron. Dendron എന്ന് പറയുന്ന ന്യൂറോണിൻ്റെ ഒരു ഭാഗം. ആ ഭാഗം നമ്മുടെ കോശ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ചെറിയൊരു ഭാഗമാണ്. ഡെൻഡ്രോണിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഇവരാണ് എന്ത് ചെയ്യുന്നത്, ഇമ്പൾസുകളെ, റിസീവ് ചെയ്ത ഇമ്പൾസുകളെ സെൽ ബോഡിയിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഡെൻഡ്രോണിനെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഡെൻഡ്രോണിൻ്റെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ചെറിയൊരു പോർഷൻ കാണാൻ പറ്റും. ഡെൻഡ്രൈറ്റ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ഡെൻഡ്രോണിൻ്റെ പുറത്തേക്കുള്ള ഭാഗം ചെറിയ ചെറിയ ബ്രാഞ്ചസ് ആയിട്ട് കാണപ്പെടുന്നു. ദാറ്റ് ഈസ് നോൺ ആസ് dendrites. Dendrites are the branches from the dendron. അപ്പം dendrites ആണ് മെസ്സേജുകളെ, ഇമ്പൾസുകളെ, നമ്മൾ നേരത്തെ വിളിച്ചു, ഇനി മെസ്സേജ് എന്ന് പറയാൻ നമുക്ക് പറ്റില്ല, ഇമ്പൾസ് എന്ന് പറയാം. സോ ആ ഇമ്പൾസുകളെ സ്വീകരിക്കുന്ന റിസപ്റ്ററാണ്. റിസപ്റ്റർ ന്യൂറോണിലെ പോർഷനാണ് ഏത്, ഡെൻഡ്രൈറ്റ്സ്. ഡെൻഡ്രൈറ്റ്സിന് കിട്ടിയ ആ മെസ്സേജ് ആർക്ക് പാസ് ചെയ്ത് കൊടുക്കും, ഡെൻഡ്രോണിന് പാസ് ചെയ്യും. സോ ഫ്രം ദ external portion the impulses are coming through dendrites and also to dendron, then to cell body. അങ്ങനെ കോശ ശരീരത്തിലേക്ക് എത്തുന്ന ആവേഗം എന്നാണ് ഇമ്പൾസുകളുടെ മലയാളം. പറയാൻ വിട്ടുപോയതാണ്. ഇമ്പൾസുകളുടെ മലയാളം ആവേഗം. ഈ മെസ്സേജ്, സന്ദേശം എന്ന് പറയുന്ന, ആവേഗം എന്ന് പറയുന്ന, ഇമ്പൾസ് എന്ന് പറയുന്ന ആ മെസ്സേജുകൾ നമ്മുടെ സെൽ ബോഡിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സെൽ ബോഡിയിൽ നിന്നും ലോങ്ങസ്റ്റ് ഫിലമെൻറ്റസ് ആയിട്ടുള്ള ഒരു പോർഷൻ ഉണ്ട്. ദാറ്റ് പോർഷൻ ഈസ് ആക്സോൺ. ആക്സോണിലേക്കാണ് ഇമ്പൾസ് പിന്നെ പാസ് ചെയ്യുന്നത്. ആക്സോണിലൂടെ ഈ ഇമ്പൾസുകൾ നേരെ എത്തിച്ചേരുന്നത് ആക്സോണൈറ്റിലേക്കാണ്. സോ ലോങ് ഫിലമെൻറ്റസ്, പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുള്ള വളരെ നേരിയ കുഴലാണിത് ഈ ആക്സോൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ പൊട്ടാതിരിക്കാൻ വേണ്ടി പ്രൊട്ടക്ഷനൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ പ്രൊട്ടക്ഷൻ്റെ പേരാണ് മൈലിൻ ഷീത്ത്. ഷ്വാൻ സെൽ കൊണ്ടാണ് അതിനെ നിർമ്മിച്ചിരിക്കുന്നത്. അവിടേക്ക് നമുക്ക് പോവാം. അതിൻ്റെ മുമ്പ് ആക്സോണിൽ നിന്നും പിന്നീട് പോകുന്ന ആക്സോണിൽ നിന്നും ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ആയിട്ട് പിരിയുന്നു. ആക്സോണിനെ ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ആയിട്ട് പിരിയുന്ന പോർഷനെയാണ് ആക്സോണൈറ്റ് എന്ന് വിളിക്കുന്നത്.
So impulses are coming through axon, which pass through axonite, and lastly it reaches to the synaptic knob. അപ്പോൾ ലാസ്റ്റ് ഒരു ഉണ്ട സാധനം കാണാൻ പറ്റും, അതാണ് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. അപ്പോൾ സിനാപ്റ്റിക് നോബിൽ കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ മെസ്സേജ് എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് പിന്നെ എന്ത് ചെയ്യാണ്, നെക്സ്റ്റ് ന്യൂറോണിലേക്കാണ് പിന്നെ പാസ് ചെയ്യുന്നത്. അങ്ങനെ സിംഗിൾ ഓരോ ന്യൂറോണുകളായിട്ട് ഇതിനിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചതാണ് ബോഡിയിൽ. ഫ്രം റിസപ്റ്റേഴ്സ് ടു ദ ബ്രെയിൻ, ദ ടോട്ടൽ ഫുള്ളി ന്യൂറോൺസ് ആർ അറേഞ്ച്ഡ് വൺ ആഫ്റ്റർ വൺ അനദർ വൺ, അങ്ങനെ ബാക്ക് സൈഡിലായിട്ട് അങ്ങനെ ബാക്കോട്ട് അങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ന്യൂറോണുകൾ ബ്രെയിനിലെത്തുന്നത് വരെ കണക്റ്റഡ് ആണ്, പക്ഷെ കണക്റ്റഡ് അല്ല. തൊട്ടില്ല എന്ന് പറയുന്ന രീതിയിലാണ് ഓരോ ന്യൂറോണും നിൽക്കുന്നത്. ഒരിക്കൽ കൂടെ ന്യൂറോണിനെ നമുക്കൊന്നുകൂടെ നോക്കാം. ന്യൂറോണിലെ പാർട്സുകൾ വളരെ സിമ്പിളാണ്. ഇറ്റ്സ് എ ലോങ്ങസ്റ്റ് ഓർ ലെങ്തി സെൽസ് ഇൻ ദ ബോഡി. സാധാരണ കോശങ്ങളെ പോലെയല്ല, ഇത് വളരെ നീളം കൂടിയതാണ്. ഇതിൽ തന്നെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ന്യൂറോണുകളുണ്ട്. നമ്മുടെ ബ്രെയിനിൽ ന്യൂറോണുകളുണ്ട് ഇഷ്ടംപോലെ. എത്രയാ? 20% ന്യൂറോണുകളും നമ്മുടെ തലച്ചോറിൽ കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ 100 ബില്യൺ ന്യൂറോൺസ് നമ്മളെ ബ്രെയിനിലുണ്ട് എന്ന് പറയുന്നു. ബ്രെയിനിൻ്റെ 20% എന്ന് പറയുമ്പോൾ അത്രയും വരും. ഇത്രയും ന്യൂറോൺസുകൾ നമ്മളെ ബ്രെയിനിൽ മാത്രമുണ്ട്. പിന്നെ ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്സിലും ഉണ്ട്. ഈ പാർട്സിൽ കാണുന്ന മോഡിഫൈഡ് ന്യൂറോണിനെ നമ്മൾ നേരത്തെ വിളിച്ച പേരാണ് റിസെപ്റ്റേഴ്സ്. ഗ്രാഹികൾ എന്നാണ് അതിൻ്റെ മലയാളം. ഗ്രാഹി കോശങ്ങൾ. ഗ്രഹിക്കുക, റിസീവ് ചെയ്യുക, സ്വീകരിക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ നോളജുകളെ സ്റ്റിമുലസിന്, ഉദ്ദീപനങ്ങൾ സ്വീകരിക്കുന്നവരാണ് ആര്? ഗ്രാഹികൾ. അപ്പോൾ ഗ്രാഹി കോശങ്ങൾ, റിസെപ്റ്റർ ന്യൂറോൺസ് receive the impulses, pass to dendrites. ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്ന റിസെപ്റ്ററിലെ പോർഷനാണ് ഇമ്പൾസുകളെ ഫസ്റ്റ് റിസീവ് ചെയ്യുന്നത്. ആ ഇമ്പൾസുകളെ then pass to dendron. This again pass to cell body, then to axon, and lastly to axonite and synaptic knob. ഇതാണ് അതിൻ്റെ ഓർഡർ. ഇപ്പം നമ്മൾ ഗ്രാഹികൾ വലിച്ചെടുക്കുന്നു, ഡെൻഡ്രോണുകളിലൂടെ പാസ് ചെയ്ത് നമ്മുടെ കോശശരീരത്തിലേക്ക്. ആ കോശശരീരത്തിൽ നിന്ന് ആക്സോൺ വഴി ആക്സോണൈറ്റിലേക്ക്. ആക്സോണൈറ്റിൻ്റെ അഗ്രഭാഗത്താണ് ചെറിയ മുഴ കാണുന്നത്. അതിൻ്റെ പേരാണ് സിനാപ്റ്റിക് നോബ്. ആ നോബിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടാണ് പോവുക? പിന്നെ തൊട്ടടുത്ത ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റിൻ്റെ പോർഷനിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ന്യൂറോണും മറ്റ് തൊട്ടടുത്തുള്ള ന്യൂറോണുമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്, പക്ഷേ കണക്റ്റഡ് അല്ല. കണക്റ്റഡ് ആണ്, പക്ഷേ കണക്റ്റഡ് അല്ല. എങ്ങനെയാണ്? ഒരു ഫാന് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഫാന് കറങ്ങണമെങ്കിൽ കണക്റ്റഡ് ആയിട്ട് കേബിൾ വേണം. പക്ഷേ കേബിൾ എവിടെയെങ്കിലും കട്ടാണെങ്കിൽ കറണ്ട് പാസ് ചെയ്യൂല. അതേപോലെ തന്നെയാണ് നമ്മുടെ സിനാപ്റ്റിക് നോബിലൂടെ തൊട്ടടുത്ത ന്യൂറോണിലേക്ക് പാസ് ചെയ്യണമെങ്കിൽ അവിടെ ചെറിയൊരു ജംഗ്ഷൻ ഉണ്ട്. ഇങ്ങനെ തൊട്ടില്ല എന്ന് പറയുന്ന രീതിയിൽ ഇങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്ന ഈ ഒരു സംഭവം. സിനാപ്റ്റിക് നോബ് ഡെൻഡ്രൈറ്റിനെ തൊട്ടില്ല എന്ന് പറയുന്ന രീതിയിൽ നിൽക്കുന്നെങ്കിൽ പിന്നെ എപ്പോഴാണ് ഇത് തൊടുക? എപ്പോഴും തൊട്ടോണ്ടിരുന്നാൽ നമ്മുടെ റെസ്പോൺസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അങ്ങനെ ക്രിയേറ്റർ തന്നെ എന്ത് ചെയ്തു? ആ ഒരു രീതിയിലാണ് ഇതിനെ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വസ്തു സിനാപ്റ്റിക് നോബ് നമ്മുടെ ഡെൻഡ്രൈറ്റിനെ തൊടണം, പക്ഷേ തൊടണ്ട. എങ്ങനെ തൊടും? അവിടെ സയൻസ് കണ്ടുപിടിച്ച ഒരു സംഭവം. ഈ സിനാപ്റ്റിക് നോബിൽ നിന്നും ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ, വൺ ഓഫ് ദ ന്യൂറോ ട്രാൻസ്മിറ്റർ is excreted from the synaptic knob to next neurons dendrite portion. അപ്പോൾ ഈ രണ്ടിൻ്റെ ഇടയിലായിട്ട് ഒരു ജംഗ്ഷൻ കാണപ്പെടുന്നു. ഡെൻഡ്രൈറ്റിൻ്റെ പോർഷനും സിനാപ്റ്റിക് നോബിൻ്റെ പോർഷനും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിൻ്റെ പേരാണ് സിനാപ്റ്റിക് ക്ലഫ്റ്റ്. അപ്പോൾ സിനാപ്റ്റിക് നോബ്, സിനാപ്റ്റിക് ക്ലഫ്റ്റ്, സിനാപ്റ്റിക് നോബും സിനാപ്റ്റിക് ക്ലഫ്റ്റും തൊട്ടടുത്ത ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റ് പോർഷനും. ഇത്രയും ഏരിയ മൊത്തത്തിൽ സയൻസ് അതിനെ വിളിച്ചു, ബയോളജി അതിനെ വിളിച്ചു
സിനാപ്സ്. ടോട്ടലി പറയുന്ന പേരാണിത് സിനാപ്സ്. അപ്പോൾ സിനാപ്സ് എന്ന് പറഞ്ഞാൽ ഒരു ന്യൂറോണിൻ്റെ സിനാപ്റ്റിക് നോബ്, നെക്സ്റ്റ് ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റ് പോർഷൻ, ബിറ്റ്വീൻ ദീസ് ടു ഡെൻഡ്രൈറ്റിൻ്റെയും സിനാപ്റ്റിക് നോബിൻ്റെയും ഇടയിലുള്ള പോർഷൻ ഒരു ചെറിയ വിടവ്, അതാണ് സിനാപ്റ്റിക് ക്ലഫ്റ്റ്, സിനാപ്റ്റിക് വിടവ് എന്നൊക്കെ പറയും മലയാളത്തിൽ. ഇത് രണ്ടും ചേർന്നതാണ് ഇത് മൊത്തം മൂന്നും ചേർന്ന ഭാഗം, സിനാപ്റ്റിക് വിടവും സിനാപ്റ്റിക് നോബും നെക്സ്റ്റ് ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റിൻ്റെ പോർഷനും എല്ലാം ചേർന്നതാണ് ഇത് സിനാപ്സ്. അപ്പോൾ ഇവിടെ ന്യൂറോൺസ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ മറ്റേ തൊട്ടടുത്ത ന്യൂറോണുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. മറ്റടുത്ത ന്യൂറോണുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ ന്യൂറോണുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ എന്താണ് ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ന്യൂറോ ട്രാൻസ്മിറ്റർ എക്സാമ്പിൾസ് ആയിട്ട് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ലിക്വിഡ് ഫോമിലാണ്. ന്യൂറോ ട്രാൻസ്മിറ്റർ ഫസ്റ്റ് അതിൻ്റെ പേര്, ന്യൂറോ ട്രാൻസ്മിറ്ററിന് എക്സാമ്പിൾ ഡോപ്പമിൻ, അതേപോലെ തന്നെ അസറ്റൈൽ കൊളിൻ. അപ്പോൾ അസറ്റൈൽ കൊളിൻ, ഡോപ്പമിൻ എന്നൊക്കെ പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സാണ് മിക്കവാറും നമ്മുടെ ന്യൂറോൺസിൻ്റെ സിനാപ്റ്റിക് നോബിൽ നിന്ന് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്, സ്രവിക്കപ്പെടുന്നത്. ഈ അസറ്റൈൽ കൊളിനും ഡോപ്പമിനൊക്കെ എത്ര വേഗത്തിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എത്ര പെട്ടെന്നാണ് ഇമ്പൾസുകൾ പാസ് ചെയ്യുന്നത്, എത്ര പെട്ടെന്നാണ് നമ്മളൊരു വസ്തുവിനെ തൊട്ട് കഴിഞ്ഞാൽ സ്പോട്ടിൽ നമ്മൾ ബ്രെയിനിൽ അറിയുന്നത്, അതിനെ റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പോൾ അത്രയും അതിൻ്റെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് എന്നൊക്കെ പറയുന്ന രീതിയിലാണ് അതിൻ്റെ മൂവ്മെൻറ്റ്സ് നടക്കുന്നത്. ബോഡിയിൽ നടക്കുന്ന ആ ഒരു ഇത്രയും സെക്കൻഡ്സിൻ്റെ ഇടയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ബോഡിക്ക് അത്രയും അത്യാവശ്യമുണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. നമ്മളൊരു വസ്തുവിനെ നോക്കുമ്പോൾ ആ വസ്തുവിനെ നോക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണുകളിലൂടെ, ഒരു സെൻസ് ഓർഗനാണ് കണ്ണ്, ആ ഈ ഐയിലൂടെ നമ്മുടെ ഒപ്റ്റിക് നെർവിലൂടെ ഇത് പാസ് ചെയ്ത് എവിടെ എത്തുന്നു? ബ്രെയിനിലേക്ക് എത്തുന്നു. പെട്ടെന്ന് തന്നെ നമ്മൾ കണ്ടു, മൂർഖൻ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ഹായ് എന്ന് പറഞ്ഞ് ഒരിക്കലും അവിടെ നിൽക്കില്ല, പെട്ടെന്ന് എസ്കേപ്പ് ചെയ്യുന്നു. പെട്ടെന്ന് എസ്കേപ്പ് ചെയ്യാനുണ്ടായ ഒരു കാരണം എന്താ? അപ്പോൾ അത്രയും പെട്ടെന്ന് എസ്കേപ്പ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് എന്ത് വേണം? നമ്മളെ ബോഡിയിൽ ഓൾറെഡി അതിനെക്കുറിച്ചുള്ള നോളജൊക്കെ വേണം. എന്നാലും ഈ സെൻസ് ഓർഗൻസ്, ഈ സെൻസേഷൻ, ഈ ഒരു നോളജുകളെ പാസ് ഔട്ട് ചെയ്യുന്ന രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. വിത്തിൻ സെക്കൻഡ്സ് എത്ര ഫാസ്റ്റായിട്ടാണ് മൂവ് ചെയ്യുന്ന ഇമ്പൾസുകൾ. ഓക്കെ, വാട്ട് എവർ ഇറ്റ് മേ ബി, നമുക്ക് പഠിക്കാം. അപ്പോൾ സ്ട്രക്ചർ ഓഫ് ദ ന്യൂറോൺ ആൻഡ് സ്ട്രക്ചർ മൊത്തത്തിൽ നമ്മൾ പറഞ്ഞു. പക്ഷേ അവിടെ ഒന്ന് ബാക്കി വെച്ചിട്ടുണ്ട്. ആക്സോണിനെ പൊതിഞ്ഞുകൊണ്ട് കാണുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ, ആക്സോണിനെ കവർ ചെയ്തിരിക്കുന്ന പ്രൊട്ടക്ഷൻ ലെയർ. There will be a sheath that is known as myelin sheath. Myelin sheath is produced by the cells, Schwann cells. അപ്പോൾ Schwann സെല്ലുകളെ കൊണ്ടാണ് മൈലിൻ ഷീത്തിനെ നിർമ്മിച്ചിരിക്കുന്നത്. ഈ മൈലിൻ ഷീത്ത് തന്നെ കവേർഡായിട്ട് അങ്ങനെ കൂട്ടമായിട്ട് അങ്ങനെ പിരിച്ചു വെച്ചിരിക്കുകയാണ് നമ്മുടെ ആക്സോണിന് ചുറ്റും. സോ ആക്സോൺ ഈസ് കവേർഡ് ബൈ മൈലിൻ ഷീത്ത്. Four functions are there. First one is it acts as a regulator. സ്പീഡ്, ഇമ്പൾസിൻ്റെ സ്പീഡ് വർദ്ധിപ്പിക്കുന്ന ഒരു റെഗുലേറ്റർ ആയിട്ട് ഇത് വർക്ക് ചെയ്യുന്നു. അപ്പോൾ പാസ് ചെയ്യണം വളരെ സ്പീഡ്. നമ്മളിപ്പോൾ പറഞ്ഞു സെക്കൻഡിൽ എത്ര പെട്ടെന്നാണ് അത് പാസ് ചെയ്യുന്നത്. ഈ ലോങ് ഫിലമെൻ്റസ് ട്യൂബിലൂടെ പാസ് ചെയ്യണ്ടേ. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്പീഡ് വർദ്ധിപ്പിക്കുക, ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, അത് ലോങ് ഫിലമെൻ്റസ് ആണ്, പൊട്ടിപ്പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ബ്രേക്ക് ആവാതെ നോക്കാൻ പ്രൊട്ടക്ഷനായിട്ട് ആര് വർക്ക് ചെയ്യുന്നു? മൈലിൻ ഷീത്ത് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ദെൻ ദിസ് മൈലിൻ ഷീത്ത് ഹെൽപ്സ് ടു ആക്ട് ആസ് ഇൻസുലേറ്റർ. എന്താണ് ഇലക്ട്രിക് ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ? കണ്ടക്ടറിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ബസ്സിലെ കണ്ടക്ടർ അല്ല. എന്താണ് കണ്ടക്ടർ? വൈദ്യുതി പാസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് കണ്ടക്ടേഴ്സ്. ഒരു നല്ല വൈദ്യുത ചാലകം എന്ന് പറയും മലയാളത്തിൽ, വൈദ്യുതിയെ കടത്തിവിടുന്ന വസ്തു, അതാണ് കണ്ടക്ടർ. എന്നാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇത് ഇൻസുലേറ്റർ. നമ്മുടെ വീട്ടിലെ കേബിള്, ആ കേബിള് പ്ലാസ്റ്റിക് യൂസ് ചെയ്തിട്ട് ഒരു കോട്ടിങ് കൊടുത്ത് സംരക്ഷിച്ചിരിക്കുന്നു. അങ്ങനെ കോട്ടിങ് കൊടുത്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മൾ പോയിട്ട് കോപ്പർ വയറിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് അവിടെ ഉണ്ടെങ്കിൽ ഷോക്ക് അടിക്കും അല്ലേ? അങ്ങനെ ഷോക്ക് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് കൊടുത്തിരിക്കുന്നു. ദിസ് പ്ലാസ്റ്റിക് കോട്ടിങ് ഹെൽപ്സ് ടു പ്രൊട്ടക്റ്റ് ഓർ പ്രിവെൻറ്റ് ഫ്രം ദ കറണ്ട് എന്നുള്ള ആ ഒരു സിസ്റ്റം നമ്മളെ ബോഡിയിലേക്ക് തരുന്ന രീതിയിൽ ആര് വർക്ക് ചെയ്യുന്നു? മൈലിൻ ഷീത്ത്. സോ ഇറ്റ് ഈസ് നോൺ ആസ്
an insulator. Okay, so current conductor alla insulator. അപ്പോൾ act as an insulator, act as സ്പീഡ് വർദ്ധിപ്പിക്കുന്നു, പിന്നെ അതേപോലെ തന്നെ പ്രൊട്ടക്റ്റീവ് ലെയറാണ് ലോങ് ഫിലമെൻറ്റസ് ആയതുകൊണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ആര് തരുന്നുണ്ട്? നമ്മുടെ ആക്സോൺ മൈലിൻ ഷീത്ത് നൽകുന്നുണ്ട്. ദിസ് മൈലിൻ ഷീത്ത് ഈസ് മേഡപ്പ് ഓഫ് ഷ്വാൻ സെൽ എന്ന് പറഞ്ഞു. ഷ്വാൻ സെല്ലിനെ നിർമ്മിച്ചിരിക്കുന്ന ലിപ്പിഡ് കൊണ്ടാണ്. ലിപ്പിഡ് എന്ന് പറഞ്ഞാൽ ഫാറ്റ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന, ഫാറ്റ് വൈറ്റ് ഇൻ കളറാണ്. സോ ലിപ്പിഡും വൈറ്റ് ഇൻ കളറാണ്. സോ മൈലിൻ ഷീത്തിലുള്ള പോർഷൻ ആണെങ്കിൽ ആ ഭാഗം എന്തായിരിക്കും? വൈറ്റ് ഇൻ കളറായിരിക്കും, വെള്ള കളറിൽ കാണപ്പെടുന്നു. സോ ദിസ് ഏരിയ, ഒരു ബ്രെയിൻ്റെ ഒരു ഏരിയയിൽ ഇഷ്ടം പോലെ ആക്സോൺ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ വൈറ്റ് ഇൻ കളർ ഉണ്ടാവും. ആ വൈറ്റ് കളർ കാണുന്ന ഭാഗത്തിന് സയൻസ് വിളിച്ച പേരാണ് വൈറ്റ് മാറ്റർ. എന്നാൽ ആക്സോൺ ഇല്ലാത്ത പോർഷൻ കാണുന്നത് ഗ്രേ കളറിലാണ്, അവിടെ വൈറ്റ് അല്ല കളർ. അപ്പോൾ അങ്ങനെയുള്ള പോർഷനെ വിളിച്ച പേരാണ് ഗ്രേ മാറ്റർ. നമ്മളെ ബ്രെയിനിൽ തന്നെ വൈറ്റ് മാറ്ററും ഗ്രേ മാറ്ററും ഒക്കെ കാണുന്നുണ്ട്. അത് നമുക്ക് അതിലേക്ക് ഡിസ്കസ് ചെയ്ത് ബ്രെയിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ പഠിക്കാവുന്നതാണ്. അപ്പോൾ വൈറ്റ് മാറ്ററും ഗ്രേ മാറ്ററും. വൈറ്റ് മാറ്റർ എന്തുകൊണ്ടുണ്ടായി? ആക്സോണിനെ പൊതിഞ്ഞ് കാണുന്ന മൈലിൻ ഷീത്ത്, മൈലിൻ ഷീത്തിനെ നിർമ്മിച്ചിരിക്കുന്ന ലിപ്പിഡ് കൊണ്ടാണ്. ലിപ്പിഡിൻ്റെ കളർ വൈറ്റ് ആണ്. സോ ആക്സോണിനെ പൊതിഞ്ഞ് കാണുന്ന മൈലിൻ ഷീത്ത് ലാർജ് എമൗണ്ടിൽ കാണുകയാണെങ്കിൽ the excess amount of myelin sheath seen on the axon, it is known as white matter. White matter എന്നാണ് മലയാളത്തിലും പറയുന്നത്. ഇനി വെള്ളക്കരം എന്നോ അല്ലെ വെള്ള മാറ്റർ എന്നൊന്നും എഴുതി വെക്കാൻ നിൽക്കണ്ട, വൈറ്റ് മാറ്റർ എന്നാണ് മലയാളത്തിൽ എഴുതുന്നത്. ഇനി there is no myelin sheath is there, the portion is in grey color, so that area is known as grey matter. അപ്പോൾ ഗ്രേ മാറ്റർ ആയിട്ടും വൈറ്റ് മാറ്റർ ആയിട്ടും ഈ മൈലിൻ ഷീത്തിന്, മൈലിൻ ഷീത്തിനെ എന്ത് ചെയ്യുന്നുണ്ട്? ചിലപ്പം ഒരു ആക്സോണിനെയും മറ്റൊരു ആക്സോണിനെയും ആയിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് കാണുന്ന കുറേ മൈലിൻ ഷീത്തുകളെ കാണാം. അങ്ങനെ ബ്രാഞ്ചസ് ആയിട്ട് കാണുന്ന മൈലിൻ ഷീത്തുകളാണെങ്കിൽ അവരെ വിളിക്കുന്ന സ്പെഷ്യൽ പേരുണ്ട്, ഒലിഗോഡെൻഡ്രോസൈറ്റ്. ഒരു ആക്സോണിൽ നിന്നും കവർ ചെയ്തിരിക്കുന്ന മറ്റൊരു ആക്സോണിലേക്ക് ബ്രാഞ്ചസ് ആയിട്ട് പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്ന പോർഷൻ, അതാണ് ഇത് ഒലിഗോഡെൻഡ്രോസൈറ്റ്. അപ്പോൾ അതും കൂടെ അതിനകത്തേക്ക് വരേണ്ട ചെറിയൊരു പോയിൻ്റാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ന്യൂറോൺസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമുക്ക് പഠിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ന്യൂറോൺ ഈസ് ദ ബേസിക് സ്ട്രക്ചറൽ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റത്തിനെ ടോട്ടൽ കണക്ട് ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള അടിസ്ഥാന ഘടകമാണ് ന്യൂറോൺ എന്ന് പറയുന്നത്. ന്യൂറോണിൻ്റെ സ്ട്രക്ചറിൽ നമ്മൾ ആദ്യം പഠിച്ചത് എന്താ? ഒരു തെങ്ങ് വീണ് എടുക്കുന്ന പോലെ ഒന്ന് മനസ്സിലങ്ങ് വിചാരിച്ചാൽ മതി, അങ്ങനെയുള്ളൊരു സ്ട്രക്ചർ. അപ്പോൾ ആ ഭാഗത്ത് ഒരു സെൽ ബോഡി ഉണ്ട്, അവിടെ ഒരു ഡെൻഡ്രോൺ ഉണ്ട്, അതിൻ്റെ ബ്രാഞ്ചുകൾ ഡെൻഡ്രൈറ്റ് ആണ്. ദെൻ ഒരു പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ലോങ് ഫിലമെൻറ്റസ് ട്യൂബ് ഉണ്ട്, അതിൻ്റെ പേര് ആക്സോൺ എന്നാണ്. അതിനെ കവർ ചെയ്ത് മൈലിൻ ഷീത്ത് ഉണ്ട്, അതിനെ നിർമ്മിച്ചിരിക്കുന്ന ഷ്വാൻ സെല്ലുകൾ കൊണ്ടാണ്. ദെൻ ഇതിൻ്റെ ബ്രാഞ്ചായിട്ട് പിരിയുന്നതാണ് ആക്സോണൈറ്റ്. ഈ ആക്സോണൈറ്റിലൊക്കെ ആരെ കാണാം? സിനാപ്റ്റിക് നോബിനെ കാണാം. സിനാപ്റ്റിക് നോബ് ഈ ഇമ്പൾസുകളെ തൊട്ടടുത്ത ന്യൂറോണിലേക്ക് പാസ് ചെയ്യുമ്പോൾ, ആവേഗങ്ങളെ തൊട്ടടുത്ത ന്യൂറോണിലേക്ക് പാസ് ചെയ്യുന്നത് ചെറിയൊരു ഒരു വിടവുണ്ട്. ആ വിടവ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ഡെൻഡ്രൈറ്റിലേക്കാണ് പാസ് ചെയ്യുക. അപ്പോൾ ആ ഒരു വിടവിനെയും സിനാപ്റ്റിക് നോബിനെയും തൊട്ടടുത്ത ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റിൻ്റെയും മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് സിനാപ്സ്. സിനാപ്സിലേക്ക് എക്സ്ക്രീറ്റ് ചെയ്യുന്ന, സ്രവിക്കപ്പെടുന്ന നാഡീയ പ്രേക്ഷകം അഥവാ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്താണെന്നാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്ക് എഴുതി കൊടുക്കാം. അതിനൊരു എക്സാമ്പിൾ കൊടുക്കാം. ഏതാണ്? ഒന്ന്, ഇറ്റ് ഹെൽപ്സ് ടു പാസ്. അവിടെ എക്സാമ്പിളാണ് ചോദിച്ചത്. സോ അസറ്റൈൽ കോളിൻ, ഡോപ്പമിൻ. ഇതെന്തിനാണ് സഹായിക്കുന്നത്? ഇറ്റ് ഹെൽപ്സ് ടു പാസ് ദ ഇൻഫർമേഷൻ, പാസ് ദ ഇമ്പൾസസ് ഫ്രം വൺ ന്യൂറോൺ ടു സെക്കൻഡ് ന്യൂറോൺ, അനദർ ന്യൂറോൺ. ആ ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ സിമ്പിളായിട്ട് ഇതിൻ്റെ ഒക്കെ ആൻസർ ചെയ്യാൻ പറ്റും. ഇനി എന്താ ഉള്ളത്? മൈലിൻ ഷീത്തിനെ കുറിച്ച് പറഞ്ഞു. മൈലിൻ ഷീത്ത് വൈറ്റ് കളറാണ്, ബിക്കോസ് ഇറ്റ് ഈസ് മെയ്ഡപ്പ് ഓഫ് ലിപ്പിഡ്. ഷ്വാൻ സെൽ എന്ന് പറയുന്ന ആ സെല്ലിനെ നിർമ്മിച്ചിരിക്കുന്ന ലിപ്പിഡ് കൊണ്ടാണ്. സോ വൈറ്റ് ഇൻ കളറായിട്ടുള്ള ഈ ലിപ്പിഡ് ഫോമാറ്റിലുള്ള ഈ മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചത് കൊണ്ട് തന്നെ മൈലിൻ ഷീത്ത് വൈറ്റ് ഇൻ കളറാണ്.
വൈറ്റ് ഇൻ കളറായിട്ടുള്ള മൈലിൻ ഷീത്ത് കവർ ചെയ്തിരിക്കുന്ന ആക്സോൺ കൂടുതലായി കാണുന്ന ഭാഗമൊക്കെ ഏതാണ്? വൈറ്റ് മാറ്റർ എന്നാണ് പറയുന്നത്. ആൻഡ് വൈറ്റ് ഇൻ കളർ ഇല്ലാത്ത, ആക്സോൺ ഇല്ലാത്ത ബാക്കി പോർഷൻസ് ഒക്കെ കാണുന്നത് ഗ്രേ കളറിലാണ്. സോ ദാറ്റ് ഈസ് ഗ്രേ മാറ്റർ. ഓക്കെ, ഇവിടെ നമുക്ക് 2-3 ഹോംവർക്കുകൾ ചെയ്യാനുണ്ട്. ഒന്ന്, ക്വസ്റ്റ്യൻ നമ്പർ 1, സ്ട്രക്ചർ, ഡ്രോ ആൻഡ് ലേബൽ ദ സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ. ന്യൂറോണിൻ്റെ ഘടന വരച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക. 2, വാട്ട് ആർ ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് മൈലിൻ ഷീത്ത്. മൈലിൻ ഷീത്തിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെ? 3, വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് സിനാപ്സ്. സിനാപ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇനി ഇത് പറഞ്ഞപ്പോൾ ലാസ്റ്റ് ഇതിനോട് കൂട്ടിച്ചേർത്ത് ഒരു പോയിന്റ് പറയുകയാണ്. ആ 3 ക്വസ്റ്റ്യന് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. സിനാപ്സ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ സിനാപ്സ് ഒരു ന്യൂറോണിൻ്റെയും മറ്റൊരു ന്യൂറോണിൻ്റെയും ഇടയിൽ മാത്രമേ ഉള്ളൂ, അതല്ലെങ്കിൽ ഒരുപാട് ന്യൂറോണുകൾക്കിടയിലായിട്ട് അല്ലെങ്കിൽ ഒരുപാട് പല ഭാഗത്തുമായിട്ട് സിനാപ്സ് കാണുന്നുണ്ടോ? എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾക്ക് ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് കൂടുതലായിട്ട് വിശദാംശങ്ങളുണ്ട്, സൂചിപ്പിച്ച് തരാം. സിനാപ്സ് നമ്മുടെ സാധാരണ കോശങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ്. അതായത് സാധാ കോശങ്ങളിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്? ഇമ്പൾസുകൾ പാസ് ചെയ്യണം. അപ്പോഴല്ലേ വേണ്ട രീതിയിൽ ഇതിൻ്റെയൊക്കെ ആക്ഷൻസ് നടക്കൂ. അപ്പോൾ സാധാരണ കോശങ്ങളിലും എന്തുണ്ട്? സിനാപ്സ് ഉണ്ട്. അതായത് ന്യൂറോണിൻ്റെയും സാധാരണ കോശത്തിൻ്റെ ഇടയിൽ സിനാപ്സ് ഉണ്ട്. ന്യൂറോണിൻ്റെ ഇടയിൽ മാത്രമല്ല സിനാപ്സ്. അതേപോലെ ന്യൂറോണും ഗ്രന്ഥി കോശങ്ങളും തമ്മിലും എന്തുണ്ട്? സിനാപ്സ് ഉണ്ട്. അങ്ങനെ ഏത് രീതിയിലായാലും നാഡീകോശങ്ങളും ഗ്രന്ഥി കോശങ്ങൾ, സാധാരണ നമ്മളെ കോശങ്ങൾ എല്ലായിടത്തും എന്ത് കാണുന്നുണ്ട്? സിനാപ്സ് കാണുന്നുണ്ട്. ദാറ്റ്സ് ഓൾ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ മടിക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ സംശയങ്ങൾ എഴുതാം. താങ്ക് യു വെരി മച്ച്.